നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സത്യഭാമ നീതികേട് കാട്ടിയെന്ന് നാട്ടുകാരെ കൊണ്ട് ഞാൻ പറയിക്കില്ല. ദേ, എന്റെ ആ ഒറ്റ ചോദ്യത്തിന് സത്യസന്ധമായ മറുപടി നീ തന്നാ മതി. ഇവളുടെ കഴുത്തി കിടക്കുന്ന താലി ഞാൻ പൊട്ടിച്ചെടുക്കും. ഇവരിനിയും ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചു തുടങ്ങിയിട്ടില്ല. നിന്റെ മറുപടി ഈ സത്യഭാമയ്ക്ക് ബോധ്യപ്പെടുന്നതാണെങ്കിൽ നീ തന്നെയായിരിക്കും ഈ വീടിന്റെ മരുമകൾ. ഇങ്ങോട്ട് പാടി, ഇങ്ങോട്ട് പാടി. മതിയടി നിന്റെ നാടകം. എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞിട്ടും ഇവിടെ വന്നിങ്ങനെ പട്ടിയെ പോലെ മോങ്ങാൻ നിനക്ക് നാണമില്ലേടി? ദേ, കലക്കാണെന്നും ഞാൻ നോക്കില്ല. ഡി, നിനക്ക് പൊറാട്ട് നാടകം നടത്താനുള്ള സ്ഥലമല്ല ഇത്. ഇത് സത്യഭാമയുടെ വീടാ. ചൂലെടുത്ത് അടിച്ചിറക്കും ഞാൻ. അടിപൊളി. മനസ്സിലായോടി? സത്യമേ, എന്റെ മകൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ? എന്ത് തെറ്റ് ചെയ്തെന്നോ? 3 മക്കളെ പ്രസവിച്ച നിങ്ങൾക്ക് ഇനി ഞാനത് പറഞ്ഞു തരണോ? സത്യമേ, ഈ നിൽക്കുന്നവള് എന്റെ മകന്റെ ഭാര്യയായിട്ട് ഒപ്പം കഴിഞ്ഞവളാ. പെട്ടെന്നൊരു ദിവസം അവൾ ആരോടും പറയാതെ എങ്ങോട്ടോ പോയി. അത് 6 വർഷം മുൻപ്. അത് തിരിച്ചു വന്നപ്പോഴേ ഒക്കത്തൊരു കൊച്ചു. അവള് ഗർഭിണിയായതോ പ്രസവിച്ചതോ ദേ ഇവളുടെ ഭർത്താവായ എന്റെ മകൻ പോലും അറിഞ്ഞിട്ടില്ല. ഇനി ഞാൻ വിശദീകരിച്ചായിരുന്നു നിങ്ങളുടെ മകൾ ചെയ്ത തെറ്റെന്താണെന്ന്. പറയാൻ അറയ്ക്കും. എന്റെ സംസ്കാരം അതിനെ അനുവദിക്കുന്നില്ല. സത്യമേ, വിഷ്ണുവേട്ടനെ ഞാൻ ചതിച്ചിട്ടില്ല. അങ്ങനെ ചിന്തിക്കാൻ പോലും ആവില്ല. ഇങ്ങോട്ട് നോക്കടി. പുത്രകാമേഷ്ടി യാഗത്തിൽ ഹോമകുണ്ടത്തിന്ന് ഉയർന്നു വന്ന പായസം കഴിച്ച് മുനി ജപിച്ചു വന്ന മാമ്പഴം കഴിച്ച് സൂര്യനെ ധ്യാനിച്ചൊക്കെയാണ് ഗർഭവതിയായതെന്ന് പറഞ്ഞു കളയല്ലേ? ഇത് കലിയുഗവാ. അവളെ വിശ്വസിക്കുന്നീ? ഞാൻ വിശ്വസിക്കാൻ രാഘവേട്ട. ഇവൾ ആ കൊച്ചിന്റെ കൈ പിടിച്ച് നടക്കുമ്പോ നാട്ടുകാരെന്തു പറയും? മാസവും വർഷമല്ല അവര് കണക്ക് കൂട്ടും. വിശ്വാസമാണ് എല്ലാം എന്ന് അവരോടങ്ങ് പറഞ്ഞാ മതിയോ? ചില നേരത്തെ വിശ്വാസമാണ് ഭാമയെല്ലാം. ഈ മേൽക്കൂര ഇടിഞ്ഞ് നമ്മുടെ തലയിൽ വീഴില്ലെന്നുള്ള വിശ്വാസം, ചവിട്ടി നിൽക്കുന്ന ഭൂമി പിളർന്ന് താഴേക്ക് പോകില്ല എന്നുള്ള വിശ്വാസം, അതിനുമേലെ ആയിരിക്കണം ചാരിത്രവതിയായ സ്ത്രീയുടെ വാക്കിന്മേലുള്ള വിശ്വാസം. അങ്ങനെ ചില വിശ്വാസങ്ങളില്ല ഈ ഭൂമിയുടെ അച്ചുതണ്ട് വരെ ഉറച്ചു നിൽക്കുന്നത്. ചാരിത്രവതിയായ ഒരു സ്ത്രീ. സത്യമേ, എന്താടി നൊന്താ നിനക്ക്? എങ്കിൽ പറയടി, നിന്നെ അമ്മയെന്ന് വിളിക്കുന്ന സത്യം ആരാണെന്ന്? സത്യഭാമ നീതികേട് കാട്ടിയെന്ന് നാട്ടുകാരെ കൊണ്ട് ഞാൻ പറയിക്കില്ല.
ദേ, എന്റെ ആ ഒറ്റ ചോദ്യത്തിന് സത്യസന്ധമായ മറുപടി നീ തന്നാ മതി. ഇവളുടെ കഴുത്തി കിടക്കുന്ന താലി ഞാൻ പൊട്ടിച്ചെടുക്കും. ഇവരിനിയും ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചു തുടങ്ങിയിട്ടില്ല. നിന്റെ മറുപടി ഈ സത്യഭാമയ്ക്ക് ബോധ്യപ്പെടുന്നതാണെങ്കിൽ നീ തന്നെയായിരിക്കും ഈ വീടിന്റെ മരുമകൾ. പറയ്, ആരാ സത്യ? മോളെ പറയ്. ഞാൻ പ്രസവിക്കുന്ന കുഞ്ഞിനെ ശ്യാമയ്ക്ക് കൊടുക്കുമേ. ശാലിനിയുടെ വയറ്റിൽ ഒരു കുഞ്ഞ് മാത്രമല്ല, ഒരു കുട്ടി കൂടിയുണ്ട്. പറഞ്ഞിട്ട് വരുമ്പോ ഈ ശ്യാമി പിന്നെ അന്വേഷിച്ചു വരരുത്. ഏതെങ്കിലും കുളത്തിലോ തോട്ടിലോ കായലിലോ ചത്തു പൊങ്ങി ഞാൻ. എന്താടി നിന്റെ നാവ് ഇറങ്ങിപ്പോയോ? പറയാ സത്യമേ. സത്യം ഈ വീട്ടിലെ കുട്ടിയാ. സത്യമ്മയുടെ കൊച്ചുമോള്, ഒരേ രക്തം. എന്റെ മോളെ, നിനക്കിത് നേരത്തെ പറഞ്ഞാ പോരായിരുന്നു മോളെ. എങ്കിൽ ഇത്രയും കുഴപ്പമുണ്ടാവുമായിരുന്നോ? പൊന്നി, അകത്ത് പോയിട്ട് എന്റെ മരുമോളെ സ്വീകരിക്കാനുള്ള എടുത്തോണ്ട് വാ. ഒന്ന് വേഗം പോ പൊന്നി. ചെല്ലേ. ശരി സത്യമേ. നിക്ക നിക്ക നിക്ക. എന്താ സത്യമേ? അല്ല, എന്താ നീ എടുക്കാൻ പോകുന്നത്? ആരതി? ദേ, ആരതിയല്ല, ഒരു ബക്കറ്റ് ചാണകവെള്ളം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.